ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല വലിയ അയക്കൂറ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നല്ലൊരു തവ ഫ്രൈ ഉണ്ടാക്കിയാലോ. നല്ല മസാലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. മസാലകളൊക്കെ ഒരു 2 മണിക്കൂർ മുമ്പേ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശക്കല്ലിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഞാനിത് പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ല വേറെ ഏതെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോ മീനായി എടുത്ത് ഓരോന്നിലും നല്ലതായി കൈവച്ച് മസാല തേച്ച് പിടിപ്പിക്കണം. 4 വലിയ പീസും ഒന്നിന്റെ പകുതിയും അതിലേക്ക് കൂടി മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ വെച്ച് കൊടുക്കാം. ഈ തവ ഫ്രൈ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ നല്ല നേരിയ അരിദോശയോ ചപ്പാത്തിയോ നല്ല പത്തിരിയോ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയൊന്നും വേണ്ട, ഈ മീൻ മാത്രം കൂട്ടി കഴിച്ചാൽ മതി. ഓരോരോ മീനിലേക്കായിട്ടും നന്നായി മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇത് ഒരു ക്ലിം ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്താലും നന്നായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഓരോ മീനായി വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ചെറുതായി വെച്ച് കൊടുക്കണം, അകത്തുകൂടി ഒന്ന് വെന്ത് കിട്ടാനാണ്. ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചു ഇട്ട് കൊടുക്കാം. 2 ഭാഗം ആയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാം. നല്ല കക്കത്തോടുകൂടി മസാലയോടുകൂടി ആയി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കാം.